ശൗൽ ദാവീദിനെ ഭയപ്പെട്ടു. അതുകൊണ്ട് ശൗൽ അവനെ തന്റെ അടുക്കൽ നിന്ന് മാറ്റി സഹസ്രാധിപനാക്കി. അങ്ങനെ അവൻ ജനത്തിന് നായകനായി പെരുമാറിപ്പോന്നു. ദാവീദ് തന്റെ എല്ലാ വഴികളിലും വിവേകത്തോടെ നടന്നു. കർത്താവ് അവനോടുകൂടി ഉണ്ടായിരുന്നു. അവൻ ഏറ്റവും വിവേകത്തോടെ നടക്കുന്നു എന്ന് ശൗൽ കണ്ടിട്ട് ഭീതനായി തീർന്നു. എന്നാൽ ദാവീദ് ഇസ്രായേലിനും യഹൂദയ്ക്കും നായകനായി പെരുമാറിയതുകൊണ്ട് അവരെല്ലാം അവനെ സ്നേഹിച്ചു. അനന്തരം ശൗൽ ദാവീദിനോട്, എൻ്റെ മൂത്ത മകൾ മേരവുണ്ടല്ലോ, ഞാൻ അവളെ നിനക്ക് ഭാര്യയായി തരും. നീ ഒരു ശൂരനായി എനിക്ക് വേണ്ടി ദൈവത്തിൻ്റെ യുദ്ധങ്ങൾ നടത്തിയാൽ മതി എന്ന് പറഞ്ഞു. എൻ്റെ കൈയല്ല, ഫെലിസ്ത്യരുടെ കൈ അവൻ്റെ മേൽ വീഴുവാൻ സംഗതി വരട്ടെ എന്നാണ് ശൗൽ വിചാരിച്ചത്.